ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി മസാല ചായയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാനിവിടെ ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏത് കപ്പിലാണ് എടുക്കുന്നത് വെച്ചാൽ അതിലെടുക്കാം. 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി പാൽപ്പൊടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഞാനിവിടെ 2 കപ്പിൻ്റെ അളവുകളാണ് കേട്ടോ പറയുന്നതെല്ലാം. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ആദ്യം 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കാം. കാരണം നമുക്കിവിടെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 3 ഏലക്കായ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. 2 കപ്പിലേക്ക് ഒരു 3 ഏലക്കായൊക്കെ മതിയാവും. ഇനി ഇവിടെ കുറച്ച് വലിപ്പത്തിൽ ഒരു ഇഞ്ചി ചെറുതായിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇഞ്ചിക്കൊക്കെ കുറച്ച് അതിൻ്റെ ഫ്ലേവർ കുറവായിരിക്കും കേട്ടോ. ചൈനയുടെ ഇഞ്ചിയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഇഞ്ചിക്ക് കുറച്ച് അധികം ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചിക്കാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ പീസ് എടുത്താൽ മതി. ഇഞ്ചി ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് കുത്തു കിട്ടും. അപ്പോൾ ചായയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ഇഞ്ചിയുടെ അളവ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കുഞ്ഞു പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. മസാല ചായ നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ആ മസ്തായിട്ട് നിൽക്കുന്ന ബിരിയാണി കഴിച്ചിട്ടുള്ള മസ്തായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് വേണമെങ്കിൽ ചായപ്പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാലൊഴിച്ച് കഴിഞ്ഞിട്ടാണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നല്ല കട്ടി പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുസരിച്ചിട്ടുള്ള കടുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കടുപ്പുള്ള ചായപ്പൊടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെപ്പം പാൽ ചായ ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം നല്ല കടുപ്പം വേണം, എങ്കിൽ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് നല്ല മധുരമുള്ള ചായ ആയിരിക്കും ഇഷ്ടം, ചിലവരൊരു മീഡിയം മധുരത്തിനാണ് ചായ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ചായക്ക്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ പാലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിളച്ചിട്ട് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. എങ്കിലേ ചായപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ അത് ആ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാണ് കേട്ടോ. നമ്മൾ കപ്പിലാണ് മെഷർ ചെയ്തത്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയപ്പം ഒരു 3 ഗ്ലാസ്സിനുള്ള ചായ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് ഗ്ലാസ് ആകുമ്പോൾ 3 ഗ്ലാസ്സിനുള്ള ചായ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല കടുപ്പത്തിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ആ റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്